കേന്ദ്ര അവഗണനയ്ക്കെതിരെയും സംസ്ഥാന സർക്കാരുമായി യോജിച്ച നീക്കത്തിന് UDF ഇല്ലെന്ന സൂചന നൽകി ശശി തരൂർ MP. സർക്കാരുമായി സഹകരിക്കാനുള്ള സാഹചര്യമല്ല. തന്റെ അഭിപ്രായം പാർട്ടിക്കുള്ളിൽ പറയുമെന്നും ശശി തരൂർ MP വ്യക്തമാക്കി. വിജിൻ വയന്തോട് വിവരങ്ങൾ നൽകാം. നിരന്തരമായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അവഗണിക്കുകയും ഒപ്പം തന്നെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള നടപടികൾ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി പൊതുവായ ഒരു പ്ലാറ്റ്ഫോം രൂപീകരിച്ച് കേന്ദ്രത്തിനെതിരായ സമ്മർദ്ദ നീക്കം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നത്. അതിൻ്റെ ഭാഗമായിരുന്നു പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ തന്നെ പ്രതിപക്ഷ ഉപനേതാവിനെയും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. ഈ ചർച്ചയ്ക്ക് ശേഷം VD സതീശനും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കിയിരുന്നത് UDF ആലോചിച്ച ശേഷം തീരുമാനം പറയാം, യോജിച്ചൊരു പോരാട്ടത്തിന് ഒരു സമ്മർദ്ദ നീക്കത്തിന് തങ്ങൾ തയ്യാറാണോ എന്ന കാര്യം UDF ആലോചിച്ച ശേഷം പറയാം എന്നായിരുന്നു പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നത്. ഇതിനുശേഷം ഇന്ന് മാധ്യമങ്ങളെ കണ്ട ശശി തരൂർ MP വ്യക്തമാക്കിയത് ഈ ഒരു സാഹചര്യത്തിൽ ഈ LDF സർക്കാരുമായി ഒരു കൂട്ടായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. അത്തരം കാര്യങ്ങളല്ല LDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പരോക്ഷമായി ശശി തരൂർ MP വ്യക്തമാക്കുന്നത് അങ്ങനെയൊരു കൂട്ടായ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കത്തിന് UDF ഉണ്ടാകില്ല എന്ന പരോക്ഷ സൂചനയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നോക്കൂ, ഈ വിഷയത്തിൽ പാർട്ടിയാണ് തീരുമാനം എടുക്കേണ്ടത്. ഞാനൊരു വ്യക്തിപരമായ അഭിപ്രായം ഈ കാര്യത്തിൽ പറയുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കാനുള്ളത്, ഈ സർക്കാർ കാണിച്ച ചില പെരുമാറ്റങ്ങൾ, ആ ടിയർ ഗ്യാസ് അനാവശ്യമായി അടിച്ചു, വാർണിംഗ് ഇല്ലാതെ ആ വാട്ടർ ക്യാൻ അടിക്കൽ, നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ എതിരെ കേസ്, ഓരോരു നോൺ ബെയിലബിൾ കേസ് അടിച്ച് കള്ളനെപ്പോലെ വീട്ടിൽ ചുറ്റും 6 മണിക്ക് പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ, ഇതൊക്കെ കണ്ട ശേഷം എങ്ങനെ ഈ ഭരിക്കുന്ന പാർട്ടികളോടൊപ്പം നമുക്ക് സഹകരിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചിലവരുടെ മനസ്സിൽ. ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പാർട്ടിയുടെ അകത്തേ പറയുള്ളൂ. ഞങ്ങളൊരു തീരുമാനം പാർട്ടിയായിട്ട് എടുക്കും, അത് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യും. ഞാൻ പറയുന്നത് മനസ്സിൽ 1-2 കാര്യങ്ങൾ നമ്മൾ വെച്ചിട്ടാണ് ഈ ചർച്ച ചെയ്യേണ്ടത്. അവസാനത്തിൽ സഹകരിക്കണമെന്നും ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് കോൺഗ്രസ് പാർട്ടിയിൽ. പക്ഷേ അതിന് കണ്ടീഷൻസിന് എപ്പോഴും പറഞ്ഞ് 2 കൈ ആവശ്യമുണ്ട് തപ്പ് കൊട്ടാനെന്ന്. അപ്പം ഞങ്ങൾക്ക് ഒരു കൈ വെച്ചിട്ട് വലിയ കാര്യമില്ല, മറ്റേവരും കുറച്ച് സഹകരിക്കട്ടെ എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത്രയേ ഉള്ളൂ. നവകേരള സദസ്സിൽ ഉൾപ്പെടെ സംസ്ഥാനത്തുടനീളം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ കേന്ദ്ര അവഗണനയുടെയും അതുപോലെ തന്നെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കാൻ നടത്തുന്ന ശ്രമങ്ങളെയും എല്ലാം തുറന്നുകാട്ടാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയത്. ഇതിനുശേഷം വീണ്ടും സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാവുകയും സുപ്രീം കോടതി കേന്ദ്രത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ കേരളത്തിൻ്റെ പൊതുവായ താല്പര്യത്തിന് വേണ്ടി പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിൽക്കണം എന്ന ഒരു കാര്യത്തിൻ്റെ ഭാഗമായി, എന്നൊരു നടപടിയുടെ ഭാഗമായി മുഖ്യമന്ത്രി ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചത്. ആ യോഗത്തിൽ നിന്ന് കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുക്കുകയും ഇനിയുള്ള ഏത് ഘട്ടത്തിലുള്ള നീക്കങ്ങളും പങ്കാളിയാവാതിരിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ UDF നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ തീരുമാനം ഏതായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായി കേരളം ഉറ്റുനോക്കുന്നത്. വിവരങ്ങൾ നൽകിയത് വിജിൻ വയന്തോട്.